ആമേൻ. സന്തോഷമുള്ളവർക്ക് കരമതി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 45-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, എന്റെ ഹൃദയം ശുഭവചനത്താൽ വചനം അങ്ങ് ഉള്ളിലങ്ങ് നിറയുക. അറിയാതെ ഈ വചനം വരുമ്പോൾ ഇത് വിളിച്ചു പറയാൻ നമ്മൾ ഉള്ളിൽ വലിയ ആനന്ദമാണ്. പക്ഷെ എങ്കിലും കഴിഞ്ഞ ആഴ്ച ഒരു വാക്യം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ചൊവ്വാഴ്ച സാക്ഷ്യം പറയാൻ കിട്ടാത്തവർക്ക് ഒരു വാക്ക് സാക്ഷ്യം പറയാൻ കൊടുക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഒരു വാക്ക് എനിക്ക് സാക്ഷ്യം പറയാൻ ആഗ്രഹമുണ്ട് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ചൊവ്വാഴ്ച അമൽസ്വത്രം ആർക്കെങ്കിലും അത്യാവശ്യമായി സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാം. അങ്ങനെ എങ്ങനെയാണെങ്കിൽ നൃത്തം അമൽസ്വത്രം ചെയ്യുന്നു. നമ്മുടെ മധ്യയിൽ നിന്ന് ഡോക്ടർ ദീപം അനുവദിക്കുന്നെങ്കിൽ ഈ വെള്ളിയാഴ്ച നാട്ടിലേക്ക് യാത്രയാകുന്നു. തനിക്കൊരു വാക്ക് നമ്മുടെ മധ്യ സാക്ഷ്യം പറയാൻ അമൽസ്വത്രം എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഓർപ്പിക്കുന്നു. സമയമില്ലെങ്കിൽ അടുത്ത ആഴ്ച വചനം മുഴുവൻ പ്രധാനമായിട്ട് വളർച്ചയെക്കുറിച്ചുള്ള വചനമാണ്. പ്രായമുള്ളവർക്കും ശിശുക്കൾക്കും എല്ലാം ഭയങ്കര വചനമാണ്. നിങ്ങൾക്കറിയാമല്ലോ, വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 92-ാം സങ്കീർത്തനം പ്രായമുള്ളവരെ കുറിച്ച് പറയാം. നിങ്ങൾ വളർന്നാൽ ഒരു ഗുണം എന്താണെന്ന് പറയാം. 92-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 12 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? 12, 13, 14. നീതിമാൻ പന പോലെ തഴയ്ക്കും. നീതിമാൻ എങ്ങനെ തഴയ്ക്കും? നിങ്ങൾ നീതിമാന്മാരാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാ നീതീകരിക്കപ്പെട്ടത്? പാപമേറ്റു പറഞ്ഞ് വിശ്വാസത്താൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അമൽസ്വതം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട ആ പ്രക്രിയ സ്നാനത്തോടുകൂടിയാ പൂർണ്ണ രക്ഷയുടെ പ്രക്രിയ തീരുന്നത്. when you get baptized into the death and burial and resurrection of Christ. ആ വിത്ത്, വചനമാകുന്ന വിത്ത് വീണ് നീ ക്രിസ്തുവിന്റെ ഭവനത്തിൽ ജനിച്ച്. അപ്പോഴാ യേശു പറഞ്ഞു, യോഹന്നാൻ തടഞ്ഞു സ്നാനത്തിന്. ദൈവം പറയുക, ഈശോ പറയുക, യോഹന്നാൻ ഇപ്പോൾ ഇങ്ങനെ സകല ദൈവ നീതിയും നിങ്ങൾ ഞാനും നീതി നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുന്ന നീതി പ്രവൃത്തികളൊക്കെ ബൈബിൾ പറയുന്ന കറ പുരണ്ട. എന്നാലും ദൈവം വെച്ച നീതിയാൽ നീതി പ്രവർത്തിക്കാൽ നീതിമാന്മാരായി തീർന്ന വ്യക്തിയാണ് നിങ്ങൾ. രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് രക്ഷയുടെ വളരെ വർഷം ബൈബിൾ സ്റ്റഡി നടത്തിയിട്ടല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ശരിക്കും വചനം കേട്ടൊക്കെ നാം സുവിശേഷം കംപ്ലീറ്റ് ആയിരിക്കും. പൂർണ്ണ സുവിശേഷം പ്രസംഗിക്കണം. സ്നാനം ഉൾപ്പെടുന്ന പൂർണ്ണ സുവിശേഷം. ആ സ്നാനമില്ലാത്ത സുവിശേഷമല്ല. കർത്താവിന്റെ വരകളെ കുറിച്ച് പറയാത്ത സുവിശേഷമല്ല. ന്യായവിധിയെ കുറിച്ച് പറയാത്ത സുവിശേഷമല്ല. പൂർണ്ണ സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിനോട് ചേർന്ന് ജനിച്ചു കഴിയുമ്പോൾ അവൻ സ്തോത്രം ചെയ്യുന്നു. അവൻ ആ ഭവനത്തിൽ നീതിമാനായിട്ട് ജനിക്കുക. അവൻ ചെയ്ത പ്രവൃത്തി കൊണ്ടല്ല, ക്രിസ്തുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ചേർന്ന്. അപ്പം നീതിമാനായി ജനിച്ചവൻ എങ്ങനെയായിരിക്കും എന്നാ 92-ാം സങ്കീർത്തനം. ഓർത്തോണം, പഴയ നിയമമൊക്കെ പുതിയ നിയമത്തിലെ ഭക്തന്മാർക്ക് എഴുതിയ വാഗ്ദത്തങ്ങളാണ്. ഓർത്തോണം, നീതിമാൻ എങ്ങനെ തഴയ്ക്കും മാത്യൂസുകളെ. അടുത്തതല്ലേ ഭാനോനിലെ. അതിനെക്കുറിച്ചൊന്നും വർണ്ണിക്കാൻ ഐ ഡോണ്ട് ഹാവ് ടൈം ടു എക്സ്പ്ലെയിൻ അബൌട്ട് സിഡാർസ് ഓഫ് ലെബനൻ. നിങ്ങൾ പോയി വായിച്ചു നോക്കാം. വാട്ട് ആർ ദ പെക്യൂലിയർ സിഡാർസ് ഓഫ് ലെബനൻ. ലെബാനോനിലെ ദേവദാരു പോലെ വളരും. സഹോദര സഹോദരി, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു നീതിമാനായി നീതിപതിയായി തീർന്നപ്പോൾ നിനക്കുള്ള വാഗ്ദത്തമാണ്. അടുത്തത് അങ്ങനെയുള്ളവർ എവിടെയാ? കണ്ട വഴിയിൽ എവിടെയും ജോലിയുടെ പുറകെയല്ല ഓടി നടക്കുന്നത്. ജോലി ചെയ്യണം, ജോലി ചെയ്യാത്തവൻ കഴിക്കുകയും ചെയ്യുന്നു ബൈബിള് പറയുന്നത്. പാസ്റ്റർമാരോടുള്ള ഇതുകൂടാ പറയുന്നത്. പാസ്റ്റർമാർ ഏറ്റവും ബാധ്യത. നീ പാസ്റ്ററാണെന്ന് പറഞ്ഞ ചക്കാത്തി വാങ്ങിയിട്ട് തിന്നരുത്. ജോലി ചെയ്യണം. ഞാൻ പറയും, ഏറ്റവും 5 പൈസ വരുമാനം വെച്ചത് പറയും, എനിക്ക് 5 പൈസ ഇല്ല, ആകപ്പാടെ പിടിയരി. പിടിയരി നീയും നിന്റെ കുഞ്ഞുങ്ങളും തിന്നാൽ അതിനുള്ള ജോലി ചെയ്യണം. ഇന്ന് രാത്രി എന്നോടാ ഏറ്റവും കൂടുതൽ ഈ വനം വളർച്ചയുടെ വനം കൂടുതൽ ദൈവദാസന്മാരാണ്. സോ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങളോട് പറയാം, അതാ എന്റെ ആനന്ദം. വചനം എന്നോട് തന്നെയാണ് അപ്പോൾ ആനന്ദം. റിയാലിറ്റിയാണ്. അമിത്സ്വത്രം ഇവിടെ പറയേണ്ട വാഗ്ദത്തം, ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവർ. അതൊക്കെ നടുതല ഈ കൃഷിയൊക്കെ അറിയാവുന്നവർക്ക് ആ ഭാഷയൊക്കെ നല്ലതാണ്. നടുതലയായവർ ദൈവത്തിന്റെ പ്രാകാരങ്ങളെ ദൈവത്തിന്റെ ആലയത്തിൽ വന്നിട്ട് ഉറക്കം തൂങ്ങുന്നല്ല പറഞ്ഞേ. ഈ വർഷം ഉറക്കം തൂങ്ങില്ല വർഷമാണല്ലോ. പറ പ്രാർത്ഥനയ്ക്ക് തന്നെ അയക്കുന്നെങ്കിൽ തഴയ്ക്കുന്നവനായിട്ടിരിക്കണം. ആരും ആ സ്വോത്രം പറഞ്ഞാലും ഇല്ലല്ലോ. തഴയ്ക്കും. ഇനി അടുത്തത് വാർദ്ധക്യത്തിലും ശ്രദ്ധിച്ച്
വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുന്നവരെ, എവിടെ വരെയുള്ള വചനമോ, വാർദ്ധക്യത്തിലും അവർ ഫലമുണ്ട്. നിരാശയില്ല, അയ്യോ വയ്യ തീർന്നില്ല, ഇല്ല, വാർദ്ധക്യത്തിലും. അടുത്തത് എന്തുവാ? അവർ പുഷ്ടി വെച്ചും. പച്ച പറയണം, ഇതാ വാഗ്ദത്തം. അപ്പ എനിക്ക് 90 വയസ്സല്ല, 100 കൂട്ടിക്കോ. പറയണം, വേല തികയ്ക്കണം, എനിക്ക് വളരണം. വേല തീർന്നാ എടുത്തോ, എനിക്ക് വിഷയമല്ല. എപ്പോ മരിക്കുന്നു ഐ ഡോണ്ട് കെയർ. അപ്പൊ ബ്ലഡിന്റെ പ്രോട്ടീൻ കൂടിയാലും ക്യാൻസറിന്റെ സെല്ലുകൾ ഐ ഡോണ്ട് കെയർ. വചനം പറയുക, നീതിമാൻ എങ്ങനെ തകയ്ക്കും? പാർക്കിൻസൺസ് വന്ന് ഇറക്കിയാലും ഐ ഡോണ്ട് കെയർ. വാർദ്ധക്യത്തിലും ഫലം കായ്ക്കൽ. അപ്പ പുഷ്ടി വെച്ചു. ഇതെന്റെ വാഗ്ദത്തമാണ്. ലോർഡ് ദിസ് ഇയർ ഓഫ് ഗ്രോത്ത്, വളർച്ചയുടെ വർഷമാണ്. 2 ഞായറാഴ്ച പോയി അന്യഭാഷ പറഞ്ഞ്, ഇല്ലേ സിറ്റിക്കും പോയി 2 പ്രാർത്ഥന പ്രാർത്ഥിച്ച്, അല്ലെ നഴ്സിംഗ് ഹോമിൽ പോയി മിനിസ്ട്രി നടത്തില്ല. 2 പരസ്യവും നടത്തുന്ന പരിപാടിയല്ലത്. ഇതെന്റെ വാഗ്ദത്തമാണ്. ഐ ക്ലെയിം ഇറ്റ് ബൈ ഫെയ്ത്ത്. പ്രായം എനിക്ക് വിഷയമല്ല. നിന്റെ വചനം കള്ളം പറയുവോ? മർമ്മം വചനം ഇങ്ങനെ വരിക. പിന്നെ 1-ാം സംഘത്തിൽ ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന വായിച്ചു. 1-ാം സംഘത്തിൽ പറയുന്നത്, ദുഷ്ടന്മാരുടെ ആലോചന നടക്കാതെ പരിഹാസപ്പെട്ട് അവനെന്തോ ഇവിടെ ആ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. അപ്പം ഉറക്കം വരുന്നത് എന്താണെന്നറിയാമോ കുഞ്ഞെ? നിനക്ക് സന്തോഷമില്ല ഈ വചനം കേൾക്കുമ്പോ. ഈ വചനം പഠിക്കണം. ഇതെന്ന് പറയുന്ന വെള്ളമാണ്, നിന്റെ ദാഹം അകറ്റുന്ന വെള്ളമാണ്, നിന്റെ കോജസും തേജസ്സും തരുന്ന മന്നയാ. ഒഷുടപരഹതന. അതിൽ നീ രസിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഉറക്കം വരത്തില്ല, സന്തോഷമാകും. കേൾക്കാൻ പുതിയ നീ തന്നെ പ്രസംഗിക്കും. ഇവിടെ ഞാൻ പറയാൻ പോകുന്ന അടുത്ത വാക്യം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരിക്കും. നിങ്ങൾ അതിനും കൂടെ സിങ്കിൽ പോകും. എന്നിട്ട് അമൻ സ്വന്തം പിന്നെ എങ്ങനെയുള്ളതായിരിക്കും? വീട് കഴുത്തിലോട്ട് പോകുമ്പോൾ മുകളിലോട്ട് വളർച്ചയും. എവിടെ? ക്രിസ്തുവാകുന്ന. അപ്പൊ വേരോട് താഴോട്ട് പിടിക്കണം, ഇല്ലെങ്കിൽ നിർത്ത ശരിയാവില്ല. നമ്മുടെ റൂസ്വെൽറ്റ് ബുൾവാർഡില് ചെറിയ കാറ്റ് വരുമ്പോൾ വീഴുന്ന മഴ പോലെയായി. കണ്ടാ വലിയ വലുപ്പമാണ്. ഈ വർഷം അങ്ങനെയാണ്. പറയണം, കർത്താവേ, പ്രശ്നങ്ങൾ വരാം, കൊടുങ്കാറ്റുകൾ വരാം, പ്രതിസന്ധികൾ വരാം, പക്ഷെ അതിനെ വളർത്തുകയും താഴോട്ട് ഇറക്കുകയും ചെയ്യുന്നല്ലാതെ പെടർന്ന് വീഴാനായിട്ട് എന്ത് ചെയ്യത്തില്ല. ഇടയാകത്തിലും തീരുമാനിക്കാം. എന്നിട്ട് അടുത്ത വാക്യം വായിച്ചായിട്ട്, അവൻ ചെയ്യുന്നതൊക്കെയും തക്ക കാലത്ത് ഫലം കായ്ക്കും. വളർച്ച, ഇതാ വളർച്ച. അടുത്തൊന്നുമില്ല. അവൻ ചെയ്യുന്നതൊക്കെയും, നിന്റെ കൈ തൊടുന്നതൊക്കെയും 2026 എന്റെ ദൈവം സാധിപ്പിക്കും. ഇന്ന് രാത്രി നീ ഏൽപ്പിച്ചൊന്നാ, വളരാൻ ഏൽപ്പിച്ചതൊന്നാല ആ വചനമാകുന്ന വെള്ളത്തിലോടൊന്ന് ഇറങ്ങാൻ, അതിലൊന്ന് രസിക്കാൻ. ലോകം നാടോടുമ്പോ നടുവേ ഓടും ലോകം പഠിപ്പിക്കുമോ? ഇല്ലപ്പ, ഞാൻ ഓടത്തില്ല. ചേരയെ തിന്നുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ ചേരയുടെ നടുത്തുണ്ടം തിന്നണമെന്ന് പഠിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവരുടെ മധ്യത്തില് ഇല്ല കർത്താവേ, ആ ദാനിയേലിനെ പോലെ ഒഴുക്കിനെതിരെ ഞാൻ നീന്താൻ തീരുമാനിക്കുന്നു. When the whole Christendom is telling one thing, but Bible reveals me something else. കൂട്ടത്തിപ്പാട്ടും വെള്ളത്തിപ്പൂട്ടും വേണ്ട കർത്താവേ, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളിലും ഒഴുക്കിനെതിരെ നീന്താൻ ഡെഡിക്കേറ്റ് മൈസെൽഫ് എന്ന് നീ ഒന്ന് പറയാം. അങ്ങനെ വരുമ്പോ അടുത്ത വാക്യം കഴിച്ചോണ്ട് അടുത്ത വാക്യം വായിച്ചായിട്ട് ചെയ്യുന്ന സാധിക്കുക മാത്രമല്ല, ദുഷ്ടനെന്നും ഇത് ശ്രദ്ധിച്ചോണം. എന്റെ മർമ്മമായി, ഇത് സമയമില്ല നിർത്തി പറഞ്ഞുതരാൻ. ദുഷ്ടന്റെ തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിമാന്റെ അവകാശത്തിന്മേൽ അവന്റെ ചെങ്കോലിരിക്കണമെന്ന് അവന്റെ ആഗ്രഹം. നിന്റെ ആരോഗ്യത്തിന്മേൽ, നിന്റെ സന്തതിമേൽ, നിന്റെ തലമുറമേൽ, നിന്റെ സഭമേൽ, നിന്റെ ജോലിമേൽ, നിന്റെ ആരോഗ്യത്തിന്മേൽ, നിന്റെ സ്പിരിച്വൽ ലൈഫിന്മേൽ പിശാചം അവനിക്ക് പിടിവാണ്. ഇവന്റെ പിടിവിട്ടത് ചെയ്തത് ഏനെത്ര ചാടിയാലും ഇത്രയ്ക്കേ പോകാവൂ. അവന്റെ കൈ നമ്മുടെ ജീവിതത്തിന്മേൽ കിടക്കുന്നതുകൊണ്ടായി ആത്മീയമായി നമുക്ക് സ്പിരിച്വലി വളരാൻ പറ്റാത്തത്. അവന്റെ ചെങ്കോലിരിക്കുക. പക്ഷെ ബൈബിൾ പറയുക, ദുഷ്ടന്മാരുടെ ചെങ്കോൽ എന്റെ ഭാര്യ മേൽ, എന്റെ ഭർത്താവ് മേൽ, എന്റെ മക്കളുടെ മേൽ, എന്റെ മരുമക്കളുടെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ. സ്പിരിച്വൽ ഗ്രോത്തിന്റെ വർഷമാണ്. പറയാം, വചനം വേണ്ടി പ്രവർത്തിക്കും. വചനം അവൻ തന്നെ വചനം അയച്ചാൽ ആ അയച്ച പ്രവൃത്തി ചെയ്തിട്ട് തിരിച്ച് ഇന്ന് പുറപ്പെടുന്ന ഈ വചനം നിന്റെ അത്
പവർഫുൾ ആണ്. ഗുണക്കാട് സോ പവർഫുൾ. അപ്പത്തെ വെള്ളത്തിന്മേലെ തിരികെ വരും ഭൂമറാന്ന് പോലെ തിരിച്ചു വരും. സന്തരകത്തിയ അതുകൊണ്ട് കത്ത് വചനത്തിൽ കത്ത്, വളർച്ചയിൽ കത്ത് പറയുക. നിന്റെ തലമുറമേലെ ദുഷ്ടൻ ചെങ്കോൽ ഇന്ന് രാത്രി വെച്ച് വാഴുക. നിന്റെ കുടുംബജീവിതത്തിന്മേൽ നിന്റെ അവകാശം, നിന്റെ നന്മകൾ നിനക്ക് കിട്ടണ്ട, ന്യായമായി കിട്ടണ്ട. നിന്റെ സന്തോഷങ്ങളുടെ മേൽ പിശാച് അവന്റെ അധികാര ചെങ്കോൽ വെച്ച് വാഴുകയാണ്. ഇവിടെ സങ്കീർത്തനം പറയുക, ഞാൻ വളരാൻ ഏൽപ്പിച്ചിട്ട് ഈ ലോകത്തിന് വഴി നടക്കാതെ ദൈവ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ രാപ്പകൽ ധ്യാനിച്ച് ഞാൻ അടുത്ത് വരുമ്പോൾ അവൻ പറയുക, ഞാനൊരു പടുവൃക്ഷം പോലെയാകും. അവൻ തക്ക കാലത്ത് എന്ത് ചെയ്യും? ഇലയെന്ത് ചെയ്യത്തില്ല. ഏത് അത് വേനൽക്കാലം വന്നാലും അവനും എന്തോ ശിശിരകാലം വന്നാലും വസന്തകാലം വന്നാലും ശൈത്യകാലം വന്നാലും എന്തിരിക്കും? ഇന്ന് അല്ലേ വിന്റർ നോക്കിയാൽ എല്ലാം ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്ന അവസ്ഥകൾ കാണാം. പക്ഷെ എവർഗ്രീൻ പോലെ ആയിരിക്കും. ഞങ്ങളുടെ ഒരു മരമുണ്ട്, അതിൽ ഇഷ്ടംപോലെ ചുമന്ന പഴം, അതിന്റെ അതിൽ ഇതുവരെ എഴുതിയിട്ടില്ല. ബാക്കിയെല്ലാം ഉണങ്ങി കരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നുന്നു ഈ തണുപ്പത്തിൽ. കാരണം അതല്ല അതിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ തണുപ്പും പ്രശ്നം വരുമ്പോൾ അതെല്ലാം ഷ്രിങ്ക് ചെയ്യും, അതിന്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും. ഇതാ നമ്മളെ പലരുടെ സ്വഭാവം. ഇതാ പുറത്തെ നോർമൽ, അതാ നോർമൽ ക്രിസ്ത്യൻ. വളർച്ചയുള്ള ക്രിസ്ത്യാനി എവർക്ക് നിങ്ങൾ ഇറങ്ങി പോകുന്ന നോക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മരം നിൽക്കുന്നുണ്ട്, അതില് ആ പഴങ്ങളെല്ലാം നല്ല ചുമന്ന ഇലയല്ല, എന്തോ തണുപ്പുണ്ടോ? ഭയങ്കര തണുപ്പ്. ഫലമുണ്ടോ? സാധനം ഈ ഫലമൊക്കെ തണുപ്പ് തോന്നുമ്പോൾ പഴം കൊണ്ട് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് കറുത്ത് കഞ്ഞി ഓടിയിരിക്കും അല്ലേ? പുള്ളിക്കാരനും നോക്കണം അതിന്റെ പഴങ്ങൾ നിൽക്കുന്നത്. ഭയങ്കര ശൈത്യമാണ്. ഫ്രീസിങ് -22 -17 ഡിഗ്രി ഒക്കെ വരുമ്പോഴും ക്രിസ്തു എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെ വളരാൻ. ശൈത്യങ്ങൾക്കോ ഉഷ്ണങ്ങൾക്കോ എന്റെ ഫലത്തെ കെടുത്താൻ എന്ത് ചെയ്യത്തില്ല, എന്റെ ഇലയെ ഒഴിക്കാൻ എന്ത് ചെയ്യത്തില്ല. അതാ അവൻ സ്വപ്നം ചെയ്യുന്നു. ശത്രു എന്ത് ചെയ്യും? നിന്റെ ശൈത്യങ്ങള് കാലങ്ങൾ, നിന്റെ സീസൺസിനെ നിന്നെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അവന്റെ അധികാരം നിന്ന് ഉപയോഗിച്ച് നിന്നെ ഇടിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ പറയണം, ദുഷ്ടന്റെ ചെങ്കോൽ എന്റെ ബ്ലസ്സിങ്ങിന്മേൽ, എന്റെ അവകാശം. ഓർത്തോണം, നീ ഒരു കാര്യം ബൈബിൾ പറയുന്നുണ്ട്. അവൻ സ്വപ്നം ചെയ്യുന്നു, ഭാര്യയെ ലഭിക്കുന്നവൻ എന്തോ കിട്ടുന്നു എന്നാ പറഞ്ഞേ? നന്മ. കുടുംബജീവിതം ലഭിച്ചിട്ട് ആനന്ദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ കഷ്ടപ്പെടുകയാണെങ്കിൽ, എല്ലാം ഉണ്ട്, കൂടെ ഉണ്ട്, സന്തോഷമോ എല്ലാം കാണാൻ പുറമേ, പക്ഷെ ചങ്കിനകത്ത് ഇപ്പോഴും ഹാപ്പി സാറ്റിസ്ഫാക്ഷൻ ലെവൽ. ശത്രു ചെങ്കോൽ വെച്ചേക്കുക. പറയപ്പാ, നീതിമാനൻ ഞാൻ, എന്റെ പ്രവൃത്തിയാലുള്ള നീതിയല്ല, നിന്റെ വചനം അനുസരിച്ച് എന്റെ അവകാശത്തിന്മേൽ, എനിക്ക് ലഭിക്കേണ്ട നന്മമേല്, എന്റെ അനുഗ്രഹത്തിന് മക്കളെ യഹോവ നൽകുന്ന ഉദരഫലമോ നൽകുന്ന എന്റെ പ്രതിഫലത്തിന്മേൽ എല്ലാവരും സന്തോഷിക്കുക. പ്രഖ്യാപിക്കുന്നു. വളർച്ചയെന്ന് പറയുമ്പം നിനക്കുള്ളത് പിടിച്ചു വാങ്ങുന്ന വളർച്ച. വചനം ചാടി കയറിപ്പോ അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. മുടിയപ്പുത്തന്റെ കഥയിലെ 2 മക്കളുണ്ട് അല്ലെ, മൂത്തവനുണ്ട്, പക്ഷെ അവന് എന്തോ വളർച്ചയില്ല. അവൻ എന്തോ പിടിക്കില്ല. നീ ഇളയവൻ, നീ ഉഴപ്പരാന്നെ പോലും അവന് അറിവുണ്ട്, എനിക്കുള്ള അവകാശം. അവകാശം ചോദിക്കും ദൈവത്തിനല്ല കേട്ടോ, പിടിച്ചു വാങ്ങുന്ന ചില നമുക്ക് വചനപ്രകാരം തന്നിട്ടുള്ള അവകാശങ്ങൾ ചോദിക്കും. ഞാനായിട്ട് ചോദിക്കുന്ന വചനം പറയുന്നതല്ലേ അത്? അതിനപ്പാ നിന്റെ വചനം പറയും. ആകാശം ഭൂമി മാറിപ്പോയാലും നിന്റെ വചനത്തെ എന്തോ വള്ളിക്ക് പുള്ളിക്ക് അങ്ങനെ ആണെങ്കിൽ എന്റെ കുടുംബ ജീവിതം, എന്റെ തലമുറ, എന്റെ ആനന്ദം, എന്റെ സ്പിരിച്വൽ ലൈഫ് ഞാൻ സൂക്ഷിക്കേണ്ട അവസ്ഥകൾ, അത് പിശാച് അവന്റെ അധികാര ചെങ്കോൽ വെച്ച് ഇന്ന് രാത്രി വാഴുമ്പോൾ പറയുക. ഓർത്തോണം, നീ എന്ത് ചെയ്യണം? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസരുടെ ഇരിപ്പിടത്തില് നീ വേർപെട്ട് ആരാധിക്കാൻ ഇറങ്ങിയ ശേഷം മടങ്ങി തിരിഞ്ഞ് ദുഷ്ടന്മാരും എല്ലാം ദൈവത്തെ അറിയാതെ വന്ന് ആരാധിക്കുന്നതിന് നീ വേർപെട്ട് ആരാധിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ആരാധന സെപ്പറേറ്റ് ആയിരിക്കണം.
കള്ളനും കുടിയനും എല്ലാം മുറിയനും എല്ലാം വന്നിട്ട് വന്ന് അവൻ കർത്താവിനെ മേശ നീ മുൻപ് എടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. നിനക്ക് സെപ്പറേഷൻ വേണം. വചനം വിട്ടു പോകുന്നവന്റെ കൂടെ ചേർന്ന് പോകാൻ ചെയ്യും. അവൻ നമ്മൾ മടങ്ങി വരട്ടെ. അവൻ നീതിമാന്റെ അവകാശത്തിന്മേൽ ദുഷ്ട ചെങ്കോല് ഇരിക്കയില്ല. അടുത്ത വാക്യം എന്തുവാ? ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ എന്ന് പറഞ്ഞു നിൽക്കുകയില്ല. ക്യാൻസർ ബാധിക്കത്തില്ല. ഇതൊക്കെ പ്രോമിസാ. ദുഷ്ടൻ പിശാജ് കയ്യിലെടുത്ത് നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ആരാണേലും അവൻ ദൈവം ജഡ്ജ് ചെയ്യുമ്പോൾ നിൽക്കാൻ അവനെ കൊണ്ട് ചെയ്യത്തില്ല. വളർച്ചയുള്ളവനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ, കണ്ട എല്ലാവർക്കെ കുറിച്ചല്ല. ഈ വർഷം നീ വളരാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവിക ശുശ്രൂഷയിൽ ദൈവപാന്താവിൽ അപ്പാ ഞാൻ ഏൽപ്പിക്കും, ഞാൻ എന്റെയല്ല നിന്റേതാ, എന്നെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ നിനക്ക് വേണ്ടി വാഗ്ദത്തങ്ങളെ ചെയ്യാൻ സ്വർഗം കീറി ആകാശം കീറി അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അടുത്ത വാക്യം എന്താ വായിച്ചാട്ട്? യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു. നിന്റെ വഴി അവൻ അറിയും. നിനക്കറിയില്ലായിരിക്കും വഴി, പക്ഷെ കർത്താവിന് നിന്റെ വഴി അറിയാം. ഡോക്ടർ യാത്ര ചെയ്യാൻ പോവാ, ഡോക്ടർ അറിയത്തില്ലേ എപ്പോഴായത്? കർത്താവ് അവന്റെ വഴി അറിയും. നാട്ടിലെവിടെ പോകും, ഏത് വഴിയൊക്കെ ഡോക്ടർക്ക് ഒരു നിശ്ചയം കാണുന്നില്ല. നിന്റെ വഴി എന്തൊക്കെ മർമ്മങ്ങൾ നമ്മൾ വായിച്ചു വിട്ടു പോലെ മർമ്മങ്ങൾ ഗ്രഹിക്കണം. ഞാൻ യാത്ര തിരിക്കാൻ പോകുന്നതിന് മുമ്പേ എന്റെ വഴി, വാർദ്ധക്യകാലത്തിന്റെ വഴി അറിയുന്നവൻ ഞാൻ വളരാൻ ഏൽപ്പിക്കുമ്പോൾ അവൻ യഹോവ നീതിമാന്മാരുടെ വഴി, ദുഷ്ടന്റെ വഴി എന്താകും? നാശം മാത്രം. ഇന്ന് രാത്രി വളരാൻ പരിശുദ്ധമ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കും. വചനം മർമ്മങ്ങൾ ഇതുവരെ നിങ്ങൾ ഒത്തിരി കേട്ട സങ്കീർത്തനങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ ആഴമേറിയ മർമ്മങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് എന്റെ വാഗ്ദത്തമായിട്ട് മാറും. ഞാൻ മുറുകെ പിടിക്കുമ്പോൾ ആ വചനം അയച്ച കാര്യം ചെയ്തിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? തിരിച്ചു വരത്തുള്ളൂ. നിന്റെ തലമുറയുടെ കൊച്ചുമക്കളുടെ നിന്റെ ജീവിതത്തില്, നിന്റെ സഭയില്, നിന്റെ സമൂഹത്തില് ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടുകാരവൻ നിങ്ങളുടെ അവകാശത്തിന്മേൽ ശത്രു നിന്ന് വാഴിന്ന് പറയപ്പാ, ഞങ്ങളെ കേൾപ്പിച്ച വളർച്ചയുടെ വചനത്തുള്ള ബന്ധത്തിൽ ഞാൻ ഇന്ന് രാത്രി വളരാൻ തരുന്നു. എന്നെ വളർത്തണമേ, അവൻ വളർത്തണമേ. സമയം അവൻ കടന്നുപോയി. സാക്ഷ്യം പറയാൻ പറഞ്ഞ അറിയാതെ അപ്പോൾ ഞാൻ തൊട്ടില്ല. ഇന്നത്തെ വചനത്തിൽ തൊടാനിടയായില്ല. അവൻ എന്റെ ആഗ്രഹം, പ്രിയമുള്ളവരെ, നിങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഓരോ മാസം ദൂതുകൾ തരുമ്പോൾ നിങ്ങളും വചനം, പാസ എനിക്കൊരു വചനം, നിങ്ങൾക്കിവിടെ സ്ഥാനമുണ്ട്. ഞാൻ എന്റെ ഉള്ളത്തിൽ വചനം കർത്താവ് എപ്പോഴും തരിക, പക്ഷെ ഗ്രോ ഇവിടെ പോയാ വളർത്തുന്നേ. അവൻ ഇതുപോലെ ചെറിയ കൂട്ടങ്ങൾ നമ്മുടെ ഭവനങ്ങളിലെല്ലാം ഉണ്ടാകട്ടെ. എന്റെ വചനം പഠിപ്പിക്കാം, സഭ വളരട്ടെ. അവൻ ആർക്കെങ്കിലും